الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിതം സുഗമമാവാൻ വേണ്ടി നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഒരു ജീവിത സംവിധാനമാണ് മനുഷ്യന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആദിമ മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്ന കാലം മുതലേ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും അനിവാര്യമായിരുന്നു. ആ രൂപത്തിലാണ് മനുഷ്യന്റെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്തിലെ മറ്റൊരു ജീവി വർഗത്തിനും ആ രൂപത്തിലുള്ള കൊടുക്കലുകളും വാങ്ങലുകളും ആവശ്യമായി വരുന്നില്ല. അവക്ക് ഓരോന്നിനും ഒറ്റക്കൊറ്റക്ക് ജീവിക്കാവുന്ന ജീവിത രീതിയാണ് പടച്ച റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ഒരു സമൂഹമായിട്ട് അവൻ ജീവിക്കണം. ആ സമൂഹത്തിലെ പലരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹായങ്ങൾ വാങ്ങിയും മാത്രമേ ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാനാവുകയുള്ളൂ. ആ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുമായി ബന്ധപ്പെട്ട് ആ സമ്പത്തിനെ അവൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി. അല്ലാഹു നിങ്ങളോട് കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ച നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിൽ നിന്ന് വേണ്ട വിധം നിങ്ങൾ ചെലവഴിക്കണം എന്ന ഒരു കൽപ്പനയുണ്ട് ഖുർആനിൽ. അല്ലാഹു കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ച സമ്പത്ത്, അഥവാ സമ്പത്തിന്റെ പരമാധികാരി അല്ലാഹുവാണ്. അത് ഈ ഭൂമിയിൽ ആളുകൾക്ക് ആവശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പല അളവിലും പല തോതിലും പലരെ അള്ളാഹു ഏൽപ്പിച്ചതാണ്.
നമ്മൾ ആരും ഇങ്ങോട്ട് വന്നപ്പോൾ സമ്പത്ത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയാം. നമ്മൾ ആരും ഇവിടെ നിന്ന് പോകുമ്പോൾ സമ്പത്ത് കൊണ്ടുപോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്, എൻ്റേതാണ് എന്ന് പറയാം. ഇത് രണ്ടിനും യാതൊരു നിവൃത്തിയുമില്ല. ഇവിടെ വെറും കൈയോടെ വന്നു, ഇവിടെ നിന്ന് വെറും കൈയോടുകൂടി പോകും. ആ വരവിൻ്റെയും പോക്കിൻ്റെയും ഇടയിലുള്ള ഒരു ഇത്തിരി കാലം നമ്മളുടെ കൈകളിൽ അള്ളാഹു എത്തിച്ചു തന്നതാണ് ഈ സമ്പത്ത്. അത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും, ചിലപ്പോൾ കിട്ടുന്നത് കുറയും, ചിലപ്പോൾ തീരെ കിട്ടൂല, ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, സഹായങ്ങൾ തേടേണ്ടി വരും, പല രൂപത്തിലാവും. അത് അള്ളാഹു തന്നെ പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ വിശാലമായിട്ട് കൊടുക്കും, ചിലപ്പോൾ അള്ളാഹു അതിങ്ങനെ പിടിച്ചു വെച്ച് വളരെ വളരെ എന്താ പറയാ, ആ കുറച്ച രൂപത്തിലേ കൊടുക്കുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ന് ഏറ്റവും വലിയ കോടീശ്വരനായി അറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിട്ടാണ് എന്നെവിടെയോ വായിച്ചിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരന് പരമാവധി കിട്ടിയേക്കാവുന്ന വരുമാനം എന്താണ്? ആ വരുമാനത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ സമ്പത്തിനേക്കാൾ വലിയ സമ്പത്തിന്റെ ഉടമയായി അയാൾ മാറുന്നത്. അതുപോലെ തന്നെ വലിയ കോടീശ്വരന്മാരായി ജീവിച്ചിട്ട് അവസാനം പാർക്കാൻ ഇടമില്ലാതെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ ഒരിക്കലും കൂട്ടിമുട്ടിക്കാനാവാതെ ആത്മഹത്യ ചെയ്തവരുടെ കഥകളും ചരിത്രത്തിലും ലോകത്തിന്റെ വർത്തമാനങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോ സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെതാണ്. അതിന്റെ പരമാധികാരി അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യുവാൻ ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു വസ്തുവായിരിക്കെ അത് കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്. ഈ ബോധത്തോടു കൂടിയാവണം നമ്മൾ നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഓരോ സമയത്തും. മാത്രമല്ല, അത് അള്ളാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അമാനത്താണ്. തോന്നിയ രൂപത്തിൽ, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അത് ചെലവഴിക്കാൻ നമുക്ക് അവകാശമില്ല. കാര്യമായ വിവേകബുദ്ധിയും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ത്രാണിയില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ സമ്പത്ത് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ഖുർആനിക വചനമുണ്ട്. അപ്പോൾ ബുദ്ധിയുടെ കുറവ് കൊണ്ടോ മറ്റെന്തെങ്കിലും കഴിവ് കുറവുകൊണ്ടോ ഒക്കെ അവന്റെ കയ്യിൽ കാശ് കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്താനും മറ്റുള്ളവർ ചൂഷണം ചെയ്യാനും ഒക്കെ സാധ്യതയുള്ള ആളുകൾക്ക് നിങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കൊടുക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ആ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ചൊരു പദമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ സംഗതിയാണ് സമ്പത്ത് എന്നാണ്. അതിപ്പോ നമ്മൾ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട സംഗതിയല്ല. കയ്യിൽ കാശില്ലെങ്കിൽ നമ്മുടെ ജീവിതം ചെന്ന് പെടുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ വളരെ കർശനമാണ്. കാരണം അത് നമ്മളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. നമ്മുടെ കയ്യിലുള്ള കാശെന്ന് പറയുന്നത് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരിലേക്കും എത്തിപ്പെടേണ്ട, അവർക്കെല്ലാവർക്കും അവകാശപ്പെടാവുന്ന അള്ളാഹുവിന്റെ സ്വത്താണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു അമാനത്താണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ കയ്യിൽ അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ആ അമാനത്ത് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണമെന്നും അതെങ്ങനെ ചെലവഴിക്കരുത് എന്നും കൃത്യമായിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. പക്ഷേ ആ സമ്പത്തിനോടുള്ള മനുഷ്യന്റെ മനോഭാവത്തെ മനുഷ്യന് ഒരു പരീക്ഷണമായിട്ടാണ് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കൊരു പരീക്ഷണമാകും കേട്ടോ. സമ്പത്ത് മാത്രമല്ല, നമ്മുടെ മക്കളൊക്കെ നമുക്കൊരു പരീക്ഷണമാകും എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സമ്പത്ത് ഒരു പരീക്ഷണമാവുക? നമുക്ക് തന്ന സമ്പത്ത് അത് നമ്മൾ സ്വീകരിക്കുന്നതും അതിൻ്റെ വിനിമയവും അതിൻ്റെ ചെലവഴിക്കലും അല്ലാഹു തആല കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അത് വഴിവിട്ട മാർഗത്തിലാകുമ്പോൾ ആ പരീക്ഷയിൽ നമ്മൾ തോൽക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഈ ഭൂമിയിലെ ഓരോ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും അവരുടെ വിശ്വാസത്തെയും ആദർശത്തെയും അള്ളാഹുവിനോടുള്ള അവരുടെ ബന്ധത്തെയും പരീക്ഷിക്കാൻ
വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ അള്ളാഹു എല്ലാ കാലഘട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. ചില ജനസമൂഹങ്ങളെ അള്ളാഹു അപാരമായ ആരോഗ്യം കൊടുത്തുകൊണ്ടാണ് പരീക്ഷിച്ചത്. ഭയങ്കര പാറകളൊക്കെ തുരന്ന് കൊട്ടാരമുണ്ടാക്കിയ ജനവിഭാഗങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. വലിയ ആരോഗ്യം കൊടുത്ത് അള്ളാഹു അവരെ പരീക്ഷിച്ചു. വേറെ ചിലരെ അധികാരങ്ങൾ കൊടുത്താ പരീക്ഷിച്ചത്, വേറെ ചിലരെ മറ്റു ചില കഴിവുകൾ കൊണ്ടാ പരീക്ഷിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഫിത്നതു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ആ രൂപത്തിൽ വിശ്വാസ ആദർശങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണത്തിന്റെ ഒരു ഉപാധി എന്ന് പറയുന്നത് അൽമാൽ, അത് സ്വത്താണെന്ന, പൈസയാണെന്ന. ആ പണവുമായിട്ടുള്ള അവരുടെ ഇഷ്ടം, ആ പണത്തിനോടുള്ള താല്പര്യം, ആ പണം വിനിമയം ചെയ്യുന്ന അവന്റെ പ്രവർത്തനങ്ങൾ, അതവന്റെ വിശ്വാസവുമായും പരലോകവുമായും ബന്ധപ്പെട്ട് കിടക്കും. അതൊരു പരീക്ഷണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, മതപരമായ വളരെ കാര്യങ്ങളിലും നല്ല കാർക്കശ്യം പുലർത്തുന്ന ആളുകൾ പോലും സാമ്പത്തികമായ കാര്യങ്ങളിൽ വീണു പോകുന്നത് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ, നമ്മുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും പിന്നോട്ട് വലിക്കുന്നതും ഒക്കെ പലപ്പോഴും നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലേ? നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സമൂഹത്തിന്റെ അവസാന കാലം വരുമ്പോൾ ഈ സമൂഹത്തിന് ബാധിക്കുന്ന മാരകമായ ഒരു ദുരന്തത്തിൽ ഒന്നെന്താ, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരെ ബാധിക്കും. ഖിയാമത്ത് നാൾ അടുത്തടുത്ത് വരുമ്പോൾ അവസാനം ഒരൊറ്റ നല്ല മനുഷ്യനും ഈ ലോകത്തില്ലാത്ത ഒരു കാലം വരുന്നതാണ്. അപ്പോഴാണ് ലോകം അവസാനിക്കുക. അപ്പൊ അങ്ങനെ കാലം അങ്ങനെ അവസാനത്തോട് അടുക്കും തോറും ലോകത്തിലെ മാനവരാശിക്ക് ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ സംഭവിച്ചു വരും. ആ അപകടങ്ങളിൽ ഒന്നായിട്ട് റസൂല് പറഞ്ഞത്, ആ കാലഘട്ടം വരുമ്പോ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിശ്വാസികളാണ് എന്ന് പറയുന്നവർ പോലും, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പറഞ്ഞാൽ വിശ്വാസികളാണല്ലോ, ആ ഉമ്മത്ത് സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ഹലാലായ മാർഗത്തിലാണോ എൻ്റെ സമ്പത്ത് ഉണ്ടാക്കുന്നത്, അതല്ല ഹറാമായ മാർഗത്തിലാണോ എന്ന് പരിഗണിക്കാത്ത ഒരു കാലം വരുന്ന, എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ സമ്പത്ത് ഇത് സത്യത്തിൽ എനിക്ക് അനുവദനീയമായതാണോ, അള്ളാഹുവിൻ്റെ മതമനുസരിച്ച് എനിക്ക് അവകാശപ്പെട്ടതാണോ, അതല്ല എനിക്ക് അവകാശപ്പെടാത്തതാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത വിധം ഹറാമും ഹലാലും നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദീർഘകാലത്തെ ഒരു വിശപ്പിന്റെ കാലത്ത്, ദാരിദ്ര്യത്തിന്റെ കാലത്ത്, ഒരു പച്ചവെള്ളമോ ഒരു കാരക്കച്ചുളയോ കിട്ടാൻ നിവൃത്തിയില്ലാത്ത കാലത്ത്, ആ ദാരിദ്ര്യത്തിന്റെ കാലത്ത് പ്രവാചകനും സഹാബത്തും നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു കാരക്ക വീണ് കിടക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കാരക്ക വിശന്ന് നടക്കുന്ന കാല, തിന്നാൻ കിട്ടിയാൽ എന്ത് കിട്ടിയാലും അത് വായിലേക്ക് ഇടാൻ തോന്നുന്ന കാല. പ്രവാചകൻ ആ കാരക്കയുടെ മുമ്പിലൊന്ന് നിന്നു, സഹാബത്ത് പിന്നിലും നിന്നു. പ്രവാചകൻ ആ കാരക്കയിൽ നോക്കി, പിന്നെ പതുക്കെ നടത്തം തുടർന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞത്, ആ കാരക്ക ചിലപ്പോ സകാത്തിന്റെയോ സദക്കയുടെയോ വിഹിതം കൊണ്ടുപോയപ്പോ അതിൽ നിന്ന് വീണുപോയതാവാൻ ഒരു സാധ്യത ഉണ്ട്. അത് ചെറിയ സാധ്യതയാണ്, പക്ഷേ ആ സാധ്യത ഉണ്ടായിരിക്കെ അതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. കാരണം സകാത്തിന്റെയോ സദക്കയുടെയോ സ്വത്ത് എനിക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഹറാമും ഹലാലും നോക്കാത്ത ഒരു സാമൂഹികാവസ്ഥയിലേക്ക് എൻ്റെ സമൂഹം വഴിമാറുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് മറ്റെല്ലാ രംഗത്തും നമ്മൾ കാണിക്കുന്ന മതപരമായ ആ കാർക്കശ്യവും ഗൗരവവും വിവേകവും ഒക്കെ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി തീർച്ചയായും ഉണ്ടാവണം. കാരണം നമ്മുടെ ആരാധനകൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഈ സാമ്പത്തിക രംഗത്തെ കൃത്യതയില്ലായ്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കിട്ടുന്നതും വാങ്ങുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ ഹലാലാവണം. അത് ഹറാമായ മാർഗത്തിലാണെങ്കിൽ അവന്റെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. പ്രാർത്ഥന നമുക്കറിയാലോ, എല്ലാ ആരാധനകളും പ്രാർത്ഥനകളാണ്.
അദ്ദുആഉ ഹുവൽ ഇബാദ. ഇബാദത്ത് എന്ന് പറയുന്നത് എന്നെ പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ഒരൊറ്റ ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നില്ല എന്നാണ്. എങ്ങനെയാകുമ്പോ? ഹറാമായ സമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സാമ്പത്തികമായ രംഗത്ത് അനുവർത്തിക്കുന്ന അഴകുഴമ്പൻ സമീപനങ്ങളിൽ നിന്ന് മാറിയിട്ട് എൻ്റെ കയ്യിലേക്ക് എത്തുന്നത് എൻ്റെ സമ്പത്ത് അത് തീർത്തും എനിക്ക് അനുവദനീയമായതാണ്, ഹറാമായതൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്തേക്ക് നമ്മൾ എത്തണം. എങ്ങനെയെങ്കിലും കുറേ ഉണ്ടാക്കുക, ആ ഉണ്ടാക്കിയതിൽ നിന്ന് കുറ്റബോധം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാം. അങ്ങനെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന തെറ്റായ ഒരു മനോഭാവം ഉണ്ടാവുക പൊതുവെ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന അവസ്ഥയാണിത്. വേണ്ടാത്ത മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ കരുതിയതിനേക്കാൾ കൂടുതൽ അവന്റെ സ്വത്തായി മാറി. അപ്പൊ അങ്ങനെ ഉള്ളു ചെറിയൊരു പേടി ഉണ്ടാവുക. അപ്പൊ ആ പേടിക്കുള്ള പരിഹാരം എന്നോണം അതിന്റെ ഒരു ഭാഗം പള്ളിക്കോ മദ്രസക്കോ പൊതുവായ ആവശ്യങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ നമുക്കൊരു തോന്നലാണ് എന്റെ സ്വത്ത് അതോടുകൂടി വൃത്തിയായി ശുദ്ധിയായി എന്നൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അനുവദനീയമായ സ്വത്തിൽ നിന്നല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു സ്വതക്കയും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. എങ്ങനെ? നമുക്ക് അവകാശപ്പെട്ടതല്ലാതെ നമുക്ക് കിട്ടിയ ഒരു സ്വത്ത് അത് മുഴുവൻ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താലും അതൊരു സ്വതക്കയായി, അതൊരു സൽക്കർമ്മമായി അള്ളാഹു തആല സ്വീകരിക്കൂല. കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് ബോധ്യമാകുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് വളരെ കൃത്യമായ കർശനമായ ചില നിലപാടുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് ഒരു സമൂഹത്തെ മുഴുവനും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്ന് എനിക്ക് തീരുമാനിക്കാം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ സാമ്പത്തിക രംഗത്ത് ഹക്കും ബാത്തിലും ഹറാമും ഹലാലും നോക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും അത്യാർത്തി കൊണ്ട് തന്നെ പണം എത്ര കിട്ടിയാലും, റസൂൽ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ഒരു അവസ്ഥയാണത്. ഒരു താഴ്വര നിറയെ സ്വത്ത് അവന് കിട്ടിയാലും അവൻ ആഗ്രഹിക്കും ഇതുപോലത്തെ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അത് മനുഷ്യന്റെ ഒരു പ്രകൃതി, സ്വത്തിനോടുള്ള അവന്റെ ആർത്തി. റസൂൽ പറഞ്ഞത് മണ്ണിനല്ലാതെ അവന്റെ ആ ആഗ്രഹത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാ. അവസാനം കുഴിയിലേക്ക് കൊണ്ടുവച്ച് മേലെ മണ്ണും വാരിയിട്ട് പോരുന്നത് വരെ സ്വത്തിനോടുള്ള ആർത്തി മനുഷ്യനെ അങ്ങനെ ആ വല്ലാത്ത ലോകത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലേ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. പൈസ ഇങ്ങനെ വരും, ആ വരുന്ന പൈസ ഇങ്ങനെ കെട്ടാക്കി എണ്ണി വെച്ച് തന്റെ സമ്പത്ത് വർദ്ധിക്കണ ഇങ്ങനെ കണക്കൂട്ടുന്ന മനുഷ്യണ്ടല്ലോ, അവന്റെ മനസ്സിലൊരു വിചാരമുണ്ട്, യഹ്സബു അന്ന മാലഹു അഖ്ലദ, എന്റെ സ്വത്ത് ഈ ലോകത്ത് മരിക്കാതെ കാലാകാലം ഈ ഭൂമിയിൽ നിലനിർത്തും എന്ന് തോന്നുന്നവനെ പോലെയാണ് അവന്റെ പ്രവൃത്തി കണ്ടാ തോന്നുക. ഞാനിതൊക്കെ ഒഴിവാക്കി പോകേണ്ടവനാണ്, മരിച്ചു പോകേണ്ടവനാണ്, കണക്ക് പറയേണ്ടവനാണ്. ഞാൻ ഈ കഷ്ടപ്പെട്ട് തല്ലുകൂടി അടങ്ങാറാക്കി ചീത്ത പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കണേ സ്വത്തൊക്കെ നാളെ അനന്തരാവകാശികൾ ഒരു വിലയില്ലാതെ അവർ ഓരി വെച്ചെടുത്തിട്ട് അവരെന്തേലൊക്കെ ചെയ്യും, അവർക്ക് സുഖിക്കാനാണ് ഞാൻ ഈ പട്ടിണി കിടക്കണേ എന്നൊന്നും ആ മനുഷ്യൻ ആലോചിക്കൂല. അതിങ്ങനെ വരുമ്പോ കാലാകാലം ഇതിന്റെ കൂടെ ഉണ്ടാവും എന്ന ഒരു ധാരണയിൽ അവനങ്ങനെ പൈസ ഉണ്ടാക്കും. അങ്ങനെ അതിങ്ങനെ എട്ടി കണക്ക് നോക്കി അതിന്റെ കണക്കിലെ വർധനവിൽ ആനന്ദിച്ചങ്ങനെ ഇരിക്കും. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ. ഇല്ലട്ടോ, കത്തിയെരിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റാനോ രക്ഷപ്പെടുത്താനോ ഒന്നും ഇതിന് സാധിക്കൂല എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു കൃത്യമായ ഒരു ഈമാൻ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവണം. പണം ഉണ്ടാക്കാം, എത്രയും ഉണ്ടാക്കാം. അതിന് ഇസ്ലാം ഒരു കണക്ക് വെച്ചിട്ടില്ല, ഇത്ര പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞില്ല. ചെലവഴിക്കാം, ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ സാമ്പത്തികമായ ഇടപാടുകൾ, അവന്റെ ചെലവുകൾ, അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു, ആ സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ സമ്പത്ത് ചെലവഴിക്കുമ്പോ വലം യുസ്രിഫു, അവൻ ഒരിക്കലും അമിതമായിട്ട് അനാവശ്യമായിട്ട് അമിതമായ ആഡംബരങ്ങൾക്ക് വേണ്ടി ആളുകളെ ബോധ്യപ്പെടുത്താൻ, ആളാവാൻ അങ്ങനെ അനാവശ്യമായിട്ട് അവൻ ചെലവഴിക്കൂല. അതുപോലെ തന്നെ ചെലവഴിക്കേണ്ട ഇടത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാട്ടി ജീവിതത്തെ തന്നെ ഒരു പിശുക്കന്റെ ജീവിതാക്കി മാറ്റാനും അവനെ കിട്ടൂല.
വകാന ബൈന ദാലിക ഖവാമ. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മിതമായ സമീപനമായിരിക്കും ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവുക. മിതമായ സമീപനം ചെലവഴിക്കുന്ന കാര്യത്തിൽ. നമ്മളൊക്കെ പലപ്പോഴും പണത്തിനോടുള്ള ആർത്തി, പല ആളുകളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് ചെലവഴിക്കുന്ന വഴി കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതമാകും. ഒരാവശ്യവുമില്ലാത്ത മാർഗത്തിൽ ലക്ഷങ്ങൾ പൊടിച്ചു കളയാൻ മനുഷ്യന്മാർ മടിക്കുന്നില്ല. അവിടെയൊക്കെ പൈശാചികമായ പ്രേരണക്ക് നമ്മൾ അകപ്പെട്ടു പോവുക. അപ്പൊ പണം സമ്പാദിക്കുമ്പോൾ അത് ഹലാലാവണം, അത് പണം ചെലവഴിക്കുമ്പോൾ അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാവണം. അത് കൃത്യമായി ഒരു സത്യവിശ്വാസി മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സാമ്പത്തിക രംഗത്ത് ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് കടം എന്നുള്ളത്. ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കടം വാങ്ങേണ്ടി വരും. ആ രൂപത്തിലാണ് മനുഷ്യന്റെ ജീവിതക്രമത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ കടം വാങ്ങിയിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്. ഈ കടവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വർത്തമാനകാലത്ത് കടത്തിന്റെ കെണിയിൽ പെട്ടുപോകുന്ന ആളുകൾ ഒട്ടനവധിയാണ്. അതായത് ഒരു മനുഷ്യനെ തകർക്കാനും അവനെ ചൂഷണം ചെയ്യാനുമുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നായി കടം എന്ന സംവിധാനത്തെ ആധുനിക ലോകം മാറ്റിയിട്ടുണ്ട്. ഇസ്ലാമിൽ കടം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പ്രയാസപ്പെടുന്നിടത്ത് മറ്റൊരാൾ അയാളുടെ പ്രയാസം തീർക്കാൻ തിരിച്ചു തരണമെന്ന കരാറിൽ അയാൾക്ക് നൽകുന്ന സേവനമോ സമ്പത്തോ ആണ് കടം എന്ന് പറയുന്നത്. അത് ഒരാളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ്. അതിനപ്പുറത്തേക്ക് ആ പ്രയാസപ്പെട്ട മനുഷ്യനെ ചൂഷണം ചെയ്ത് അവന്റെ കയ്യിലുള്ള ബാക്കി കൂടി ഊറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനമായി വർത്തമാനകാലത്ത് കടം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ വളരെ കൃത്യമാണ്. വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം ആയത്തുകളിൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഏകദേശം ഒരു പേജിലേറെ ദൈർഘ്യമുണ്ട് ആ ആയത്തിന്. ആ ആയത്തിനൊരു പേരുണ്ട്. ആയത്തിൽ കുർസി എന്നൊക്കെ നമ്മൾ ഒരായത്തിന് പേര് വിളിക്കാറില്ലേ, അതേപോലെ ഈ ദീർഘമായ ആയത്തിനൊരു പേരുണ്ട്. ആ പേര് ആയത്തു ദൈൻ. ദൈൻ എന്ന് പറഞ്ഞാൽ കടം എന്നാണ് അർത്ഥം. ഈ സൂറത്തിന്റെ പേര് ആയത്തു ദൈൻ, കടം, കടവുമായി ബന്ധപ്പെട്ട ആയത്ത്. ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ചില നിബന്ധനകളും നിയമങ്ങളുമാണ്. കാരണം കടം അത്രയും പ്രധാനപ്പെട്ട, ഏറെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ മയ്യത്തിന് കടം ഉണ്ടോ? അപ്പോ ആരോ പറഞ്ഞു കടമുണ്ട്, 2 ദീനാറോ ഒരു സംഖ്യയുടെ പേര് പറഞ്ഞു, കടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ ചോദ്യം: ആ കടം വീട്ടാനുള്ള സ്വത്ത് ഇയാൾക്കുണ്ടോ? മൗനം, ഉത്തരം ഉണ്ടായില്ല, അയാൾക്ക് സ്വത്തില്ല. വീണ്ടും പ്രവാചകന്റെ ചോദ്യം: ആ കടം ഏറ്റെടുക്കത്തക്ക ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? വീണ്ടും ഉത്തരം മൗനം, ആരും ഏറ്റെടുക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക, ഞാൻ നിസ്കരിക്കുന്നില്ല. കാരണം ഒരാൾക്ക് വേണ്ടിയുള്ള പ്രവാചകന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥന ആ മനുഷ്യന് കൊടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാകുമല്ലോ പ്രവാചകന്റെ ആ തീരുമാനം. അപ്പൊ സദസ്സിൽ നിന്നൊരാൾ പറഞ്ഞു: ആ കടം ഞാൻ ഏറ്റെടുത്തു. പ്രവാചകൻ
ആ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു. പിന്നീട് ഇസ്ലാമിക ലോകം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ട പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായ ഒരു പ്രസ്താവന നടത്തി. ആരെങ്കിലും മരണസമയത്ത് കടബാധ്യതയുള്ളവനായി മരണപ്പെട്ടാൽ ആ കടത്തിന്റെ അവകാശി ഇനി മുതൽ ഞാനായിരിക്കും, ആ കടം ഞാൻ വീട്ടും. കാരണം തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും കടത്തിന്റെ ബാധ്യതയുമായി റബ്ബിന്റെ മുമ്പിലേക്ക് പോകാതിരിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ശ്രദ്ധിച്ചു. അല്ലേ? നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഒരാൾ രക്തസാക്ഷിയായാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു അവന് പുറത്തു, അവന് വിചാരണ ഇല്ലാന്ന, അവൻ പരലോകത്തേക്ക് വരിക എപ്പോഴും ആ യുദ്ധത്തിൽ മരിച്ച ആ സമയത്ത് ധരിച്ച വസ്ത്രം ധരിച്ച് ഉണങ്ങാത്ത ചോരയുമായിട്ട് ഉണങ്ങാത്ത മുറിവുമായിട്ട് അവൻ അള്ളാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ്. അള്ളാഹുവേ, നീ തന്ന ജീവനും ശരീരവും നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു. അവന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഏതൊഴികെ? ഇല്ലത്തേൻ, കടമൊഴികെ. കടമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ തങ്ങും, അവനുള്ളിലേക്ക് പ്രവേശിക്കാനാവില്ല. അല്ലേ? അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനി ഹത്താ യുഖ്ള. ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് അവന്റെ കടവുമായിട്ട് അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കും, അത് വീട്ടിന് വരെ. ചില കടങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം, ചില കടങ്ങൾ ചോദിക്കാനാളില്ലാതെ വിട്ടുപോയിട്ടുണ്ടാവാം. അതൊക്കെ നമ്മുടെ ആത്മാവിനെ പരലോകത്ത് കൊടുക്കുന്ന സംഗതികളാണ്. അത് വീട്ടാനുള്ള മാർഗങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നത് ഇത്തിരി പ്രയാസകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും കടം വാങ്ങുമ്പോൾ വളരെ കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടിയും ബോധത്തോടു കൂടിയും കടം വാങ്ങണം. ഈ വാങ്ങുന്നത് ഞാൻ തിരിച്ചു കൊടുക്കും, ഞാൻ തിരിച്ചു കൊടുക്കണം. പലപ്പോഴും കടം വാങ്ങാൻ ആളുകൾക്ക് വൈമനസ്യൊക്കെയാണ്. പക്ഷെ കടം ചോദിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കാനും ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനും പലപ്പോഴും ആളുകൾ വൈമനസ്യം കാണിക്കും. പലപ്പോഴും എന്തെങ്കിലും തന്ത്രങ്ങളിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടും. അത് വ്യക്തികളായാലും സ്ഥാപനമായാലും ഒക്കെ. പ്രവാചകൻ പഠിപ്പിച്ചു, മൻ അഖദ അംവാലൻ നാസ് യുരീദു ദാഹ. തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ ആളുകളുടെ സ്വത്ത്, പണം, അതല്ലോ നമ്മൾ കടം വാങ്ങുമ്പോൾ വേറൊരാളെ സ്വത്താണ്. ഈ സ്വത്തിന് ഇസ്ലാം നൽകുന്ന ഗൗരവത്തിലെ കാര്യങ്ങൾ: സ്വത്ത്, അഭിമാനം, ജീവൻ. ഇത് മൂന്നും ഒരേപോലെ ഇസ്ലാം കാണുന്നത്. ഒരാളുടെ ജീവൻ, അയാളുടെ അഭിമാനം, അയാളുടെ സ്വത്ത്, ഇത് മൂന്നിനും ഒരു വിലയാണ്. അപ്പൊ ഒരുത്തന്റെ സ്വത്ത്, ആ സ്വത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൻ തന്ന സാധനം ഉണ്ടല്ലോ, അത് വെറും ഒരു കറൻസി നോട്ടല്ല, അത് അവന്റെ ജീവനോളം വിലപ്പെട്ട സംഗതിയാണ്. അതാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് അവന് തിരിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രഥമ പരിഗണനയുള്ള കാര്യമാവണം. അതാ റസൂൽ പറഞ്ഞേ, തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ ഒരാൾ കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള മാർഗം അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കുന്ന. എന്നാൽ വാങ്ങുമ്പോഴേ അവൻ തീരുമാനിച്ചത് കൊടുക്കൂല. അത് കൊടുക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരാൾ കടം വാങ്ങിയാൽ അള്ളാഹു അവനെ ഒന്നല്ലോത്തനാക്കുന്ന, ഒരിക്കലും അത് വീട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൻ മാറും. ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കടമെടുത്തിട്ട് രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് പാപ്പരായതൊക്കെ പ്രഖ്യാപിച്ച് എഴുതി തള്ളിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ കടങ്ങൾ തന്നെയാണ്, ബാധ്യതകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങുന്ന ആള് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, ഈ കടം എൻ്റെ പരലോകത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകരുത്. അതുകൊണ്ട് വീട്ടാൻ കഴിയുന്ന കടങ്ങൾ വാങ്ങുക. ഒന്ന്, വീട്ടാൻ കഴിയുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങുമ്പോൾ എപ്പോഴും വളരെ പേടിച്ചിരുന്ന ആളാ കടം വാങ്ങാൻ. പക്ഷെ കടം വാങ്ങല്ലാതെ നിവൃത്തിയില്ലാത്ത സമയത്ത് പ്രവാചകൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ വാങ്ങുന്നിടത്തൊക്കെ റസൂല് എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തു പണയം കൊടുത്തിട്ടാ വാങ്ങിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ?
അഥവാ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പണയ വസ്തുവിൽ നിന്ന് അയാൾക്ക് അതിന്റെ മൂലധനം എടുക്കാലോ. എന്നിട്ടും അവസാന നാളുകളിൽ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ അവസാന നാളുകളിൽ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രവാചകൻ വളരെ പരസ്യമായി സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടോ? തിരക്ക് പിടിച്ച റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ആരേക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന ചോദ്യം. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടോ? സദസ്സ് നിശബ്ദമായി. പ്രവാചകൻ തന്റെ ചോദ്യം ആവർത്തിച്ചു, പിന്നെയും പിന്നെയും ആവർത്തിച്ചു. 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോ സദസ്സിൽ നിന്നും ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് ഏതാനും നാണയങ്ങൾ തരാനുണ്ട്, എന്റെ കയ്യിൽ നിന്ന് ഇന്ന സമയത്ത് വാങ്ങിയതാണ്. പ്രവാചകൻ നേരെ മിമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോയത് വീട്ടിൽ പോയിട്ട് അത് കൊണ്ടുവന്ന് അയാളുടെ കടം തീർത്ത്. ഉടനെ മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി കുറ്റപ്പെടുത്തി, നീ എന്തിനാ അങ്ങനെ എണീറ്റെന്ന് പറഞ്ഞത്? അയാൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ്, ഒരു കടക്കാരനല്ലാതെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ എത്ര ഗൗരവത്തോടു കൂടിയാണ് പ്രവാചകൻ ആഗ്രഹിച്ചത്. അല്ലാതെ എനിക്ക് പണം ആവശ്യം ഉണ്ടായിട്ടല്ല, എന്റെ റസൂല് ഒരു കടക്കാരനായി പോകരുത് എന്നതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അല്ലേ? ഗൗരവകരമായ കാര്യമാണ്. അപ്പോ കടം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നേക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ കടം വാങ്ങാൻ പാടില്ല. അത്യാവശ്യങ്ങൾക്ക്, ആഡംബരങ്ങൾക്ക് വേണ്ടിയോ അതുപോലെ ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയോ വീട് വലുതാക്കാനും കാറ് വലുതാക്കാനും ആഭരണങ്ങൾ വാങ്ങാനും അങ്ങനെ അനാവശ്യമായത് എന്ന് പറയാൻ പറ്റൂല, ആവശ്യമാണ്. പക്ഷേ അത് ആഡംബരത്തിന്റെ ഭാഗമാകുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കടം വാങ്ങുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോണ്ടേ. കാരണം നമ്മളൊക്കെ ഈ പാറി നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് കടങ്ങൾ വലുതായി തോന്നൂല. നമ്മളൊന്ന് പതുക്കെ സൈഡായാലുണ്ടല്ലോ, ഈ കടത്തിന്റെ സംഖ്യ കേട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ നെട്ടും, നാട്ടുകാർ മൂക്കത്ത് വിരല് വെക്കും. അല്ലേ? പാറി നടക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നം. എത്രയോ കുടുംബങ്ങളിൽ നമ്മൾ കേൾക്കുന്നില്ലേ? അപ്രതീക്ഷിതമായ മരണങ്ങൾക്ക് ശേഷം ആ കുടുംബം തകർന്നു പോകുന്നത് ആ മരിച്ച വ്യക്തി വാങ്ങിയ കടത്തിന്റെ പട്ടിക നോക്കിയിട്ടാണ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് കടം വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ആസ്തി ഉള്ളതിനനുസരിച്ച് മാത്രം വാങ്ങുക. ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വാങ്ങുക. ആ വാങ്ങുന്ന കടത്തെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. ഖുർആനിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ആയത്ത് കടത്തെ പറ്റിയാണ്. ആ കടത്തെ പറ്റി പറയുന്നിടത്ത് ആദ്യത്തെ നിർദ്ദേശം എന്താ അറിയോ? നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, വാങ്ങുകയാണെങ്കിൽ ഒന്ന് അത് എഴുതി വെക്കണം. എത്ര കൃത്യമായിട്ട് തരുമോ? എന്നിട്ട് ഇസ്ലാം പറയണേ, ഈ എഴുതി വെക്കുമ്പോ ആരാണോ കടത്തിന്റെ ബാധ്യത ഉള്ള ആള്, ഇപ്പൊ ഞാനാണ് 10,000 രൂപ കടം വാങ്ങിയതെങ്കിൽ അത് എഴുതി വെക്കുമ്പോ ആ എഴുതേണ്ട വാചകങ്ങൾ ഞാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത്ര പറയുന്നുണ്ട്. ഇനി ഈ പറഞ്ഞു കൊടുക്കേണ്ട ഞാന് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് വേണ്ടി വളരെ വിശ്വസ്തനായ ഒരാള് ആ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കണം. എത്ര കൃത്യമായിട്ടാ സൂക്ഷ്മമായിട്ടാ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങള്. അപ്പൊ നമ്മൾ കടം വാങ്ങുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് നമ്മുടെ മനസ്സോട് ഇല്ലാതായാലേ മനസ്സൊക്കെ ഈ ഇരുന്ന ഇരിപ്പിൽ ഒന്നിങ്ങനെ കോടി, ഒന്നങ്ങോട്ട് ഇരുന്നു, ഒന്ന് വീണു കഴിഞ്ഞു, പിന്നെ മനസ്സുമില്ല, ബുദ്ധിയില്ല, കണക്കുമില്ല, ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ പള്ളിക്കന്ന് മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് മുമ്പിലൊക്കെ ജീവിച്ചതിന് ആളാട്ടോ ആരെങ്കിലൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം, വാങ്ങാൻ, അതൊക്കെ നിരർത്ഥകമായ വാക്കുകളാണ്. വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ എനിക്ക് ഇത്ര കടണ്ട്, നമ്മുടെ വീട്ടില് നമ്മുടെ കൂടെയുള്ള ഭാര്യ, മാതാപിതാക്കളോ മക്കളോ അവരെ അറിയിക്കണ്ട, ഇതിന്റെ കണക്ക് ഇത്രയൊക്കെ കടം കിട്ടും, ഇത്ര കൊടുക്കാണ്ട് ഇത്ര കിട്ടാണ്ട് എന്നായാലും എന്താ അറിയോ, നാളെ നമ്മുടെ കണ്ണടഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സ്ഫോടനം ഉണ്ടാവില്ല. പലപ്പോഴും കുടുംബത്തിന്റെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി അവരറിയാതിരിക്കാൻ, നമ്മുടെ സാമ്പത്തിക കുറവ് അറിയാതിരിക്കാൻ നമ്മളിങ്ങനെ കടം വാങ്ങി കുടുംബത്തിനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവസാനം നമ്മൾ കയറാൻ പറ്റാത്ത കയത്തിലേക്ക് വീണുപോകും. അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതാദ്യം സംസാരിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. അതിലൊരു മാനക്കേടും വിചാരിക്കരുത്. ഭാര്യ, മക്കള് ആരാളുള്ളത് അവരെ വിളിക്കണം, മക്കളതാ നമ്മുടെ കച്ചവടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, സാമ്പത്തികമായിട്ടൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, നമുക്ക് ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും, ചിലപ്പോൾ ഇത്തിരി വിൽക്കേണ്ടി വരും, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, വേണ്ടി വരും. അത് ചെയ്യണം. കുടുംബത്തെ അറിയിക്കണം. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ വരവുകൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ ഉയർച്ചകൾ, ഇതൊക്കെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അറിഞ്ഞ് അതിനനുസരിച്ചാവണം നമ്മുടെ ബഡ്ജറ്റുകളൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറാക്കേണ്ടത്. എല്ലാത്തിനും അപ്പുറം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പലപ്പോഴും കടം നമ്മളെ തകർത്ത് കളയുമ്പോൾ, അല്ലേ, കടം മനുഷ്യനെ അത് മനുഷ്യന്റെ സത്യസന്ധത ഇല്ലാതാക്കുന്ന റസൂല് പറഞ്ഞു. കടം കെട്ട് പെരുത്താലേ, കൊടുക്കാൻ കഴിയാതെ വന്നാലേ പറയുന്നതൊക്കെ കളവേ കാരണം.
പറയുന്നതൊക്കെ കളവാവും. മാത്രല്ല ചെയ്യുന്ന വാക്തത്വങ്ങളൊക്കെ ലംഘിക്കും, കരാറുകളൊക്കെ ലംഘിക്കും, ബന്ധങ്ങളില്ലാതാവും. ആകപ്പാടെ പ്രശ്ന കടം നിറഞ്ഞു പോയാൽ ചെറുക്കനല്ലത്, അത് മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി. കണ്ടില്ലേ, നാട്ടിലൊക്കെ നല്ല ഉഷാറായിട്ട് ഒരുപക്ഷെ ഒരു നാട് മുഴുവനും കൈവെള്ളയിൽ ഒതുക്കി നടന്നിരുന്ന വലിയ കാരണവന്മാരായ ആളുകൾ ചില കടബാധ്യതയിൽ പെടുമ്പോൾ അവരൊന്നുമല്ലാതായി തീരുന്ന ആളുകൾ, പുറങ്കാല് കൊണ്ട് തട്ടിക്കളിക്കുന്ന ആളുകളെ നമ്മൾ നമ്മുടെ സമൂഹത്തിലൊക്കെ കണ്ടിട്ടില്ലേ? കടം മനുഷ്യനെ ഒന്നും അല്ലാതാക്കും. കടം മനുഷ്യനെ അടിമയാക്കുന്ന. എങ്ങനെ അടിമയാക്കുക? ആണ് കടം വാങ്ങിയാലേ അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവന്റെ അടിമയായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരുന്ന അടിമയാവും. ശ്രദ്ധിക്കണം. അപ്പോ പലപ്പോഴും കടത്തിന്റെ കെടുതിയിൽ കുടുങ്ങുമ്പോൾ ആളുകൾ 2-3 കാര്യങ്ങളാണ് ചെയ്യാറ്. ഒന്ന്, കടം വീട്ടാൻ വേണ്ടി അവിഹിതമായ വഴികൾ അന്വേഷിക്കും. കള്ളക്കടത്തോ, കരിഞ്ചന്തെ, ഈ സ്വർണം കൊണ്ടുവരുന്ന ആൾക്കാർ, മയക്കുമരുന്ന് കയറ്റുന്ന ആൾക്കാർ, ഇവരൊന്നും ഇതിന്റെ കച്ചവടക്കാരല്ല. ഈ കാരിയറുകൾ എങ്ങനെ രൂപപ്പെടുന്ന കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും പെട്ടുപോയിട്ട് തിരിച്ചു നടക്കാൻ കഴിവില്ലാതെ തകർന്ന് കിടക്കുമ്പോൾ ഇവർ വന്ന് പറയാൻ ഇത്ര തരാ, ഇങ്ങനെ ചെയ്യോ, ഏതായാലും കുടുങ്ങിയിരിക്കല്ലേ, ഇറങ്ങനെ അടിറങ്ങും. അപ്പൊ ഒന്ന്, കടത്തിന്റെ കെടുതിയിൽപ്പെട്ട ഒരിക്കലും അന്യായമായ മാർഗത്തിലൂടെ അത് വീട്ടാൻ പറ്റുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് നിങ്ങളെ കൂടുതൽ വലിയ കയത്തിലേക്ക്, ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, കടത്തിന്റെ കെടുതിയിൽ പെടുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നാട് വിട്ട് വീട് വിട്ട് എവിടെങ്കിലൊക്കെ പോയിട്ട് ഒറ്റക്ക് ജീവിക്കും. കുടുംബത്തോട് ബാധ്യതയില്ല, മക്കളെങ്ങനെ ജീവിക്കുന്നു, ഭാര്യ എങ്ങനെ ജീവിക്കുന്നു, അതൊന്നും നോക്കാതെ എവിടെയെങ്കിലും ഒറ്റക്ക് പോയി ജീവിക്കും. ചില ആളുകൾ ലഹരിയിൽ അഭയം തേടും. ചില ആളുകളുടെ ബുദ്ധിയും പെരുമാറ്റങ്ങളും മാറി അവർ മാനസിക രോഗികളായിത്തീരും. അപ്പോ കടം ഇങ്ങനെയൊക്കെയാണ്. കടം വല്ല 2 അക്ഷരം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സംഗതിയാ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ്, പ്രവാചകൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഫൈദാ ഹുവ ബിറജുലിൻ, അൻസാരികളിൽപ്പെട്ട ഒരാള് ആ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. യുഖാലു ലഹു അബു ഉമാമ, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ വിളിക്കൽ എല്ലാവരും അബു ഉമാമ എന്നാ. ഉമാമ അദ്ദേഹത്തിന്റെ കുട്ടിയാവാം. അപ്പൊ അബു ഉമാമ എന്ന് പേര് വിളിക്കുന്ന ഒരാള് പള്ളിയിൽ ഇരിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല യാ അബാ ഉമാമ, പ്രവാചകൻ ഈ അബു ഉമാമയെ വിളിച്ചിട്ട് പറഞ്ഞു, മാലി അറാക ജാലിസം ഫിൽ മസ്ജിദി ഫി ഗൈരി വഖ്തി സ്വലാത്ത്, നിസ്കാരത്തിന്റെ സമയത്തല്ലാത്ത ചില സമയങ്ങളിലൊക്കെ നീ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്ന ഞാൻ കുറെ ആയിട്ട് കാണുന്നുണ്ടല്ലോ നോക്കി. റസൂലുള്ളാഹിന്റെ ഒരു ശ്രദ്ധോക്കണികൾ, 10,000-കണക്കിന് അനുയായികളുടെ നേതാവ് ഒരാളിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പലപ്പോഴും കാണുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, മാലി അറാക ജാലിസം ഫിൽ മസ്ജിദി ഫി ഗൈരി വഖ്തി സ്വലാത്ത്, നിസ്കാര സമയത്തല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ പള്ളിയിൽ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണേ പലപ്പോഴും കാണുന്നുണ്ടല്ലോ, എന്താ എനിക്ക് പറ്റിയത്? ഖാല ഹുമൂമുൻ, റസൂലേ, സങ്കടങ്ങളും പ്രയാസങ്ങളും, പിന്നെ കുറെ കടം, കുറെ മാനസികമായ സങ്കടങ്ങളുണ്ട്, കുറെ പ്രയാസമുണ്ട്, കുറെ ഏറ്റാൻ പറ്റാത്ത കടമുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനോ ആൾക്കാർക്കിടയിലാവാനോ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ വന്നിരിക്കും. അങ്ങനെ ആൾക്കാർ നമ്മളെ പള്ളിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. കുറെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ദിവസങ്ങളോളം പള്ളിയിൽ ഇങ്ങനെ കാണാം. ആരാ എവിടുന്നൊന്നും അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കണ്ടി, ചോദിച്ചു നോക്കണ്ടി എന്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറെ സങ്കടമുണ്ട്, കുറെ പ്രയാസമുണ്ട്, പിന്നെ കുറെ കടമുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഫഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക കലാമൻ, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചുതരാം, ഒരു വാചകം പഠിപ്പിച്ചുതരാം. രാവിലെയും വൈകുന്നേരവും നീ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കടം വീട്ടാനുള്ള മാർഗങ്ങൾ റബ്ബുണ്ടാക്കി തരും. അപ്പൊ കടം അമിതമാകുമ്പോൾ അതിൽ നിന്നുള്ള മോചനത്തിന്റെ വഴി അന്ധവിശ്വാസങ്ങളോ അനാശാസകളോ അല്ല. ആ കടം വീട്ടാനുള്ള കഴിവുണ്ടാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ, അല്ലാഹുവേ, സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭയം, പേടി, അതേപോലെ പിശുക്ക്, പേടി, പേടി, എന്തിനേയും പേടിക്കുക, രോഗത്തെ പേടിക്കുക, ആൾക്കാരെ പേടിക്കുക, അതിനെ പേടിക്കുക, അതിനെ പേടിക്കുക. അങ്ങനെ പേടിയിൽ നിന്നും
പിശുക്കിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. വഅഊദു ബിക മിൻ വലബത്തിദ്ദൈൻ, കടങ്ങനെ പെരുത്തുണ്ടാവുക, അതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. വഖഹരി റിജാൽ, ആളുകളുടെ അടിമയായി മാറുക. ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ പരാജയപ്പെട്ട് മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തോറ്റുപോവുക. അത്തരം അവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ ഇരിക്കണമെന്നല്ല, കടം വീട്ടാനുള്ള മാർഗങ്ങൾ അയാൾ അന്വേഷിക്കണം. അള്ളാഹു അയാൾക്ക് ആ മാർഗത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കടം വളരെ സൂക്ഷ്മതയോടുകൂടിയും ഗൗരവത്തോടുകൂടിയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അനാവശ്യങ്ങൾക്കോ ആർഭാടങ്ങൾക്കോ എവിടുന്നൊക്കെ ഇപ്പോഴത്തെ പ്രത്യേകത വെച്ചാൽ വെറും ആധാർ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോയി കൊടുത്താൽ എത്ര ലക്ഷം വേണമെങ്കിലും കടം തരാൻ ആളുള്ള കാലത്ത്, പണ്ടൊക്കെ ഒരു കടത്തിന്റെ ലോണൊക്കെ പാസ്സാക്കാൻ ബാങ്കിന്റെ മുമ്പിൽ മാസങ്ങൾ വരി നിന്നിങ്ങനെ തെണ്ടേണ്ടതിനപ്പുറം ഇപ്പം മാനേജർ വീട്ടിൽ വരും, ഒപ്പിട്ടെന്നാൽ മതി, പൈസ അങ്ങോട്ട് എത്തിക്കട്ടോ എന്ന് പറയുന്ന കാല. കടം ഈസിയായി കിട്ടുന്ന ഒരു കാല. മൊബൈൽ വാങ്ങാൻ, പേന വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ ഒക്കെ EMI പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു കാല. ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും അങ്ങനെ കടത്തിന്റെ കെണിയിലേക്ക് എട്ടുകാലി വരയിൽപ്പെടുന്ന പോലെ മനുഷ്യന്മാരെ പെടുത്തി കളയുന്ന ഒരു സാമ്പത്തിക കാലം അത്. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്ത് വലിയവൻ വീണ്ടും വീണ്ടും വലിയവനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അത് നമ്മുടെ ദുന്യാവിലെ ജീവിതം മാത്രമല്ല പാരത്രിക ജീവിതം കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു കെണിയാണ് കടമെന്ന് നമ്മൾ മനസ്സിലാക്കാം. മാക്സിമം കടം വാങ്ങാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കാം. അതിന് എത്രത്തോളം ചെറുതാകേണ്ടി വന്നാലും അത്ര ചെറുതാവാം. കടം വാങ്ങേണ്ടി വരുമ്പോൾ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളത് മാത്രം വാങ്ങുക. സ്വപ്നം കണ്ട് ഇങ്ങനെ വാങ്ങി ഇന്ന ചെയ്ത് അത്ര കിട്ടുമ്പോൾ ഞാൻ ഇത്ര അടച്ചോളാം എന്ന് വിചാരിച്ചാൽ അത്ര കിട്ടൂല, അത്ര അടക്കൂല, പെട്ടുപോകും. അത്തരം മനക്കണക്കുകളാണ് ഓൺലൈൻ കച്ചവടങ്ങളിൽ, ഊഹക്കച്ചവടങ്ങളിൽ ആളുകളെ പലപ്പോഴും തോൽപ്പിച്ച് കളയുന്നത്. മൂന്നാമത്തേത് കടം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. കടത്തെക്കുറിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുക. നാലാമത്തേത് കടത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സർവശക്തനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാമ്പത്തികമായ വലിയ തകർച്ചകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാങ്ങിയ കടങ്ങളൊക്കെ മരണത്തിനു മുമ്പേ അതൊക്കെ വീട്ടി തീർക്കാനുള്ള കഴിവും തൗഫീക്കും ശേഷിയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കടം വാങ്ങി ദുന്യാവിലും പരലോകത്തും തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തു